മോണോ റെയിൽ സംബന്ധിച്ചിട്ടുള്ള അനുമതികൾ കിട്ടിയിട്ടുണ്ട്. അത് ടെൻഡർ പ്രോസസ്സിലാണ്. ആദ്യത്തെ ടെൻഡറിൽ സിംഗിൾ ടെൻഡറായി പോയതുകൊണ്ട് വീണ്ടും നമ്മളൊരു ഷോർട്ട് ടെൻഡർ അതിനുള്ള നടപടികൾ വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ എല്ലാവിധത്തിലുള്ള അംഗീകാരങ്ങളും കിട്ടുന്ന കാര്യത്തിൽ നിങ്ങൾ അങ്ങേയറ്റം പരിശ്രമിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. പിന്നെ നമുക്ക് ഐറ്റം ബൈ ഐറ്റമായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞും നമുക്കിതാക്കാൻ പറ്റും. പക്ഷേ ഗവൺമെൻറ്റിന് വളരെ കൺസേൺ ഉള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളൊക്കെ ഇതിനോടകം പല പ്രാവശ്യം ടേക്കപ്പ് ചെയ്ത റബ്ബറിൻ്റെ വിലയുടെ കാര്യത്തിൽ ഇന്ന് കേരളത്തിലെ കർഷകരെല്ലാം ആശങ്ക ഉണ്ട്. നിങ്ങളോട് ആരോടും ആ കാര്യം പറയേണ്ടതില്ല എന്നെനിക്കറിയാം. നിങ്ങൾ നടത്തിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നേരിട്ട് എനിക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും റബ്ബറിൻ്റെ വില സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ് ചില മാറ്റങ്ങൾ, കൊമേഴ്സ് മിനിസ്ട്രി ആവശ്യപ്പെട്ട രീതിയിലുള്ള ചില മാറ്റങ്ങൾ നടത്തിയേ മതിയാകും. ഞാൻ ഈ അടുത്ത ദിവസം വീണ്ടും ഡൽഹിക്ക് പോകുന്നുണ്ട്. മുഖ്യമായിട്ടും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന് റബ്ബർ പ്രൈസും, മറ്റൊന്ന് കസ്തൂരി രംഗൻ റിപ്പോർട്ടുമായി വന്നിട്ടുള്ള ചില സംശയങ്ങളും അതിനെക്കുറിച്ചുള്ള ചില ആശങ്കകളും ഒക്കെ വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കാണ്. റബ്ബറിൻ്റെ കാര്യത്തിൽ നമുക്ക് അല്പമെങ്കിലും ആശ്വാസം കിട്ടണമെങ്കിൽ 20 rupees എന്നുള്ള പിന്നെ ഇറക്കുമതി ഡ്യൂട്ടി അത് 20% എന്നുള്ള നിലയിലേക്ക് ആക്കണം. ഇന്ന് 20% or 20 rupees എന്ന് കിടക്കുന്നു. അതിൽ 20 rupees ആണ് ഇപ്പം സ്വീകരിച്ചിട്ടുള്ളത്. അത് മാറ്റി ആക്കി കഴിഞ്ഞാൽ അത്രയെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാകും. ഈ കാര്യത്തിൽ കർഷകർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ 100% ശരിയാണ്. അത് ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്റും ആ കാര്യത്തിൽ നിങ്ങളോടൊപ്പം ശക്തമായിട്ടുണ്ടായിരിക്കും. നമുക്കത് സംബന്ധിച്ചൊരു മാറ്റം അവിടെ നിന്ന് ഉണ്ടായേ മതിയാകും. കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാനൊന്നും പറയേണ്ടതില്ല. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. നിങ്ങളും ആ കാര്യങ്ങളിലൊക്കെ ജനങ്ങളുടെ ആശങ്കയോടൊപ്പം പങ്കുചേർന്നവരാണ്. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്തുണ്ടായിരുന്ന ആശങ്ക അകറ്റാൻ വേണ്ടിയാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട് വെച്ചത്. കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ കുറേ മാറ്റങ്ങൾ ചെയ്തെങ്കിലും ഇപ്പോഴും ആളുകളുടെ ഇടയിൽ ചില സംശയങ്ങളും ആശങ്കകളുമുണ്ട്. അതുപോലെ തന്നെ ഈ അവർ നോട്ടിഫൈ ചെയ്തിരിക്കുന്ന ഏരിയ 123 വില്ലേജുകൾ. ഇപ്പോൾ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ കാലത്ത് അവർ താലൂക്ക് അടിസ്ഥാനത്തിലാണ് എടുത്തത്. താലൂക്ക് അടിസ്ഥാനം വന്നപ്പോൾ 653 പഞ്ചായത്തുകൾ വന്നു. താലൂക്ക് വിട്ടു പരിസ്ഥിതി ലോല പ്രദേശങ്ങളായിട്ടുള്ള വില്ലേജുകൾ എടുത്തപ്പോഴത്തേക്ക് അത് 123 വില്ലേജുകൾ. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ 121 പഞ്ചായത്തുകൾ. അപ്പം താലൂക്ക് എടുത്തപ്പോൾ 653 ആയിരുന്നെങ്കിൽ വില്ലേജ് എടുത്തപ്പം അത് 121 പഞ്ചായത്തായിട്ട് ചുരുങ്ങി. പക്ഷേ ഈ വില്ലേജുകൾ കണക്കാക്കിയിരിക്കുന്നതിനകത്ത് പല അപാകതകൾ വന്നിട്ടുണ്ട്. അത് സംസ്ഥാന ഗവൺമെൻറ് ബന്ധപ്പെട്ടപ്പോൾ മന്ത്രാലയവും കേന്ദ്ര മന്ത്രാലയവും തത്വത്തിൽ അത് സമ്മതിച്ചു. കാരണം റിമോട്ട് സെൻസിങ്ങിലാണ് ഇതെല്ലാം കണക്കാക്കിയിരിക്കുന്നത്. ഗ്രൗണ്ട് റിയാലിറ്റി നോക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം പശ്ചിമഘട്ടത്തിൻ്റെ ആകെയുള്ള റിമോട്ട് സെൻസിങ് നോക്കിയിട്ടാണ് അവരെടുത്തിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വനവും വനമല്ലാത്ത പ്രദേശവും തമ്മിൽ വലിയ വ്യത്യാസമാണ്. തിരിച്ചറിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. വനം കഴിഞ്ഞാൽ പിന്നെ ഒന്നുകിൽ തരിശു ഭൂമി, അല്ലെങ്കിൽ നെല്ലും ഗോതമ്പും ഒക്കെ ഉള്ള അതുപോലുള്ള കൃഷികളാണ് വന്നിട്ടുള്ളത്. നമ്മുടെ റബ്ബർ പ്ലാന്റേഷൻ ഉൾപ്പെടെയുള്ള പ്ലാന്റേഷൻ എല്ലാം റിമോട്ട് സെൻസിങ്ങിൽ അത് വനത്തിൻ്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഒരു പ്രാഥമിക പഠനത്തിൽ തന്നെ കോട്ടയം ജില്ലയിലെ 3 വില്ലേജുകൾ 1 ഇഞ്ച് ഫോറസ്റ്റ് ഭൂമി പോലുമില്ല. പൂഞ്ഞാർ, തെക്കേക്കര, മേലുകാവ്, തീക്കോ, ഈ 3 ഇത്. അപ്പം അവർ തന്നെ സമ്മതിച്ചു അങ്ങനെയാകാം, അങ്ങനെ വന്നതാകാം, ഞങ്ങൾ പരിശോധിക്കാം, നിങ്ങൾ കാണിച്ചോ എന്ന് പറഞ്ഞു. ഇപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എക്സ്പേർട്ട് കമ്മിറ്റി എല്ലാ പ്രദേശങ്ങളിലും പോയി തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. അപ്പം നമുക്ക് റിമോട്ട് സെൻസിങ്ങിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് അത് നമുക്ക് ഒഴിവാക്കണം. ജനസംഖ്യ 100 എന്നാണ് ഇവർ കണക്കിൽ എടുത്തിട്ടുള്ളത്.
100 എന്നുള്ളതാണ് കണക്കിലെടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഇവിടെ 100 താഴെയുള്ള വില്ലേജുകൾ ഈ 123 വളരെ കുറവാണ്. പക്ഷെ അതിന് പറഞ്ഞ കാരണം മറ്റ് പല മാനദണ്ഡങ്ങൾ കൂടി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ 753 വരെയൊക്കെയുള്ള ജനസംഖ്യ ഉള്ളവർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് വരുമ്പോൾ എങ്ങനെയാണ് സ്ഥിതി? ഫോറസ്റ്റ് ഏരിയ കൂടെ കൂട്ടിയിട്ടുള്ള ആവറേജ് എടുക്കുമ്പോഴാണ് 753. ഫോറസ്റ്റിൽ ജനവാസം ഇല്ല. ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞിട്ടുള്ള ജനവാസ കേന്ദ്രങ്ങളിലെ ഈ ആവറേജ് പോപ്പുലേഷൻ എടുത്താൽ ഇതിൻ്റെ ഇരട്ടിയോ മൂന്നിരട്ടിയോ ആയിരിക്കും വരുന്നത്. ജനസംഖ്യാനുപാതികം ആയിട്ടെടുത്തിട്ടുള്ളതിനകത്ത് യഥാർത്ഥത്തിൽ അപാകതകൾ വന്നിട്ടുള്ളത് തിരുത്തണം. അതാണ് ഗവൺമെൻറ്റിൻ്റെ രണ്ടാമത്തെ നിർദ്ദേശം നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. മൂന്നാമത്തതാണ് ഏറ്റവും പ്രധാനം. അത് താലൂക്ക് മാറി വില്ലേജ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഏരിയ നമ്മുടെ പഞ്ചായത്തുകൾ 5-1 കുറഞ്ഞു. 5-1 അധികം അതിൽ കൂടുതലായിട്ട് കുറഞ്ഞു. ഈ വില്ലേജുകളിൽ തന്നെ 2 എടുക്കണം. അത് ഫോറസ്റ്റ് ഭൂമി, ഫോറസ്റ്റ് പ്രാധാന്യമുള്ളതും പരിസ്ഥിതി ലോലമായിട്ടുള്ള പ്രദേശങ്ങളും ജനവാസ കേന്ദ്രങ്ങളും 2 ആക്കണം. അത് എടുക്കുമ്പോൾ നമുക്ക് കാര്യമായ ഒരു മാറ്റം അതിനകത്തുണ്ടാക്കാൻ സാധിക്കും. ഈ അവകാശവാദം ഉന്നയിക്കാൻ നമ്മുടെ സ്റ്റേറ്റിന് എല്ലാ അവകാശങ്ങളുമുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഇന്ത്യയിലെ ആവറേജ് വനവിസ്തൃതിയുടെക്കാൾ 10% കൂടുതലാണ്. ഇന്ത്യയുടെ ദേശീയ ശരാശരി 19.5% വനം. കേരളത്തിലത് 29.1%. ഏതാണ്ട് 10% നമ്മുടെ ഇത് കൂടിയിരിക്കുക. എന്താണ്? കേരളത്തിലെ ജനങ്ങൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ കയറി വനം നശിപ്പിക്കുകയല്ല ചെയ്തത്, വനം സംരക്ഷിക്കുകയാണ് ചെയ്തത്. ഇപ്പം കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ തന്നെ വളരെ വ്യക്തമായി അദ്ദേഹം ഊന്നൽ കൊടുത്തിട്ടുള്ളൊരു പോയിന്റ്, ജനങ്ങളുടെ സഹകരണത്തോടുകൂടി വനം സംരക്ഷിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക, ജനങ്ങളുടെ ഇൻവോൾവ്മെൻറ്റോടുകൂടി ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് കേരളം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളം കഴിഞ്ഞ ഒരു 25-30-77 തൊട്ട് ഇങ്ങോട്ടുള്ള കണക്ക് നോക്കിയാൽ നമ്മുടെ വനത്തിൻ്റെ വിസ്തൃതി കുറഞ്ഞിട്ടില്ല. ചിലപ്പോൾ കൂടിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. EFL ഒക്കെ വന്നപ്പം കൂടിയിട്ടുള്ളതേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ വനസംരക്ഷണത്തോടെ, പരിസ്ഥിതി സംരക്ഷണത്തോടെയാണ് നമ്മൾ ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം എന്നാവശ്യപ്പെടുന്നത്. നിശ്ചയമായും നിങ്ങളെല്ലാവരും തന്നെ ആ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് എന്നറിയാം. കേരളം ഒറ്റക്കെട്ടാണ്. നമ്മൾ ഈ വക ചില നിർദ്ദേശങ്ങളുമായി മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു തന്നെ ഓൾ പാർട്ടി മീറ്റിംഗ് കൂടിയതിന് ശേഷം. ഓൾ പാർട്ടി മീറ്റിങ്ങിൽ ഇടതുപക്ഷ ഭാഗത്തു നിന്നുള്ള പാർട്ടിക്കാർ പങ്കെടുത്തില്ലെങ്കിൽ അവർ കത്തുകൾ തന്നിരുന്നു. അന്ന് പങ്കെടുത്തതിൽ BJP മാത്രം വ്യത്യസ്തമായൊരു അഭിപ്രായം പറഞ്ഞു. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണം, കസ്തൂരിരംഗൻ അല്ല വേണ്ടത്, ഗാഡ്ഗിൽ വേണമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് കൂടിയവരെല്ലാവരും അതോടൊപ്പം ഇടതുപക്ഷ പാർട്ടികൾ തന്ന കത്തും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന് എതിരായിട്ടും കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ ആശങ്കകൾ അകറ്റി ചർച്ചകൾ നടത്തി മാറ്റങ്ങളോടുകൂടി നടപ്പിലാക്കണം എന്നുള്ള നിലയാണ്. അപ്പോൾ അതാണ് നമ്മളിപ്പം എടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡ്. ആ സ്റ്റാൻഡിൽ നമുക്ക് എല്ലാ വിധത്തിലും നമുക്ക് നമ്മുടെ അവകാശവാദം പറയാം. നമ്മളിവിടെ കാട് നശിപ്പിച്ചുകൊണ്ടല്ല, കാട് സംരക്ഷിച്ചുകൊണ്ടാണ്, നമ്മൾ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടാണ്, പരിസ്ഥിതി സംരക്ഷണ നടപടികൾ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ആവശ്യം ഉന്നയിക്കുന്നത്. അപ്പോൾ റബ്ബറിൻ്റെ കാര്യത്തിലും ഈ പശ്ചിമഘട്ട സംരക്ഷണ കാര്യത്തിലും നമുക്ക് ഉണ്ടായിട്ടുള്ള ആശങ്കകൾ പൂർണ്ണമായിട്ടും അകറ്റുന്നതിന് സംസ്ഥാന ഗവൺമെൻറ് എല്ലാ വിധത്തിലും ഉണ്ടായിരിക്കും.